RSSന്റെ മഹത്വവും സാന്നിധ്യവും വിവരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുത്തത് വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ RSS പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെയാണ്. അതായിരുന്നു രാജ്യത്തെ എല്ലാ RSS പ്രവർത്തകർക്കും മാതൃകയാകേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ സമയത്ത് ആദ്യം ഓടിയെത്തിയത് RSS ആണെന്ന് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. ആരവങ്ങളൊന്നുമില്ലാതെ വന്ന് നിശബ്ദമായി രക്ഷാപ്രവർത്തനം നടത്തി തിരികെ മടങ്ങിയ വയനാടിന്റെ സാന്ത്വനമായ RSS പ്രവർത്തകർ മാതൃകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് എവിടെ ഒരു ദുരന്തമുണ്ടായാലും അവിടെ ഓടിയെത്തുന്ന സംഘടനയാണ് RSS എന്ന് പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റ് നൽകി. RSSന്റെ 100ാം വാർഷിക ആഘോഷ പരിപാടിയിൽ ഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ദുരിതങ്ങളിൽ താങ്ങും തള്ളുമായിട്ടുള്ളതെന്നും RSS തന്നെയാണ്. RSSന്റേത് പ്രചോദനപരമായ ഒരു യാത്രയാണ്. രാജ്യത്തിന്റെ ഓരോ മുക്കും മൂലയും കണ്ടറിഞ്ഞ രാജ്യസേവനത്തിന്റെ പ്രതീകം തന്നെയാണ് RSS എന്നും സമൂഹത്തിലെ എല്ലാവിധ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. RSSന്റെ 100ാം വാർഷികം കാണാൻ തനിക്ക് സാധിച്ചത് ഒരു ഭാഗ്യമാണെന്നും 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദസറ ദിനത്തിൽ RSS രൂപീകൃതമായത് വെറും യാദൃച്ഛികമല്ലെന്ന് ഇപ്പോൾ കാലം തെളിയിക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. വാർഷികത്തോടനുബന്ധിച്ച ചടങ്ങിൽ പ്രത്യേക നാണയവും പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഭാരതാംബയുടെ ചിഹ്നം പതിപ്പിച്ച 100 രൂപയുടെ നാണയമാണ് ഇന്ന് പുറത്തിറക്കിയത്. 84ലെ സിഖ് വിരുദ്ധ കലാപത്തിൽ നിരവധി സിഖ് കുടുംബങ്ങൾക്ക് അഭയം നൽകിയത് ഇതേ RSS സംഘമാണ്. കേരളത്തിൽ വയനാട് ദുരന്തമടക്കം നിരവധി ഭാഗങ്ങളുണ്ടായ ദുരന്തങ്ങളിൽ ആദ്യം സഹായമെത്തിയതും RSS തന്നെയാണ്. അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും RSS ഒരു ചാലകമായി, ഒരു പാലമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ വൈരുദ്ധ്യമില്ല, ഗ്രൂപ്പ് തർക്കങ്ങളില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാഷ്ട്രം എന്ന തത്വത്തിലാണ് RSS പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇവർക്കിടയിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പറയാൻ കാരണമെന്ന് പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട്. ഏക ഇന്ത്യ, മഹത്തായ ഇന്ത്യ എന്നത് RSSന്റെ വിശ്വാസമാണ്. അത് അവർ നടപ്പാക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ദേശീയ മുഖ്യധാരയിലേക്ക് RSS എത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയുന്ന ശ്രമങ്ങളാണ് പലയിടത്തും നടന്നത്. യജ്ഞവേദി പോലെയാണ് സംഘശാഖകളെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയപ്പോൾ ഓരോ സ്വയം സേവകനും ജനാധിപത്യത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലും അചഞ്ചലമായ വിശ്വാസമുണ്ടെന്ന് RSS പ്രവർത്തകർ ഊട്ടി ഉറപ്പിച്ചതായും ആ മാതൃക അവർ ഇപ്പോഴും തുടരുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. എന്തായാലും ഇന്നത്തെ വെല്ലുവിളികളിൽ, രാജ്യം നേരിടുന്ന മറ്റ് വെല്ലുവിളികളിൽ RSSന്റെ തത്വങ്ങൾ, അവരുടെ പ്രവർത്തന സംഹിതകളൊക്കെ അതേപടി പകർത്താനാകുന്നതാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്.